ജാൻവി അവളുടെ മുറിയിലേക്ക് നടന്നു. അവളുടെ പോക്ക് കണ്ട് സിദ്ധു ഊറിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെറുക്കം പണി തുടങ്ങിയെന്നാ തോന്നുന്നത്. ആരവിൻ്റെ 3-4 വർഷത്തെ പ്രണയം എല്ലാം കൂടി ഒന്നിച്ച പെങ്കൊച്ച് താങ്ങോ എന്തോ. നീ തന്നെ എൻ്റെ പെങ്ങൾ കൊച്ചിനെ കാത്തോണേ ഭഗവാനെ. ദൈവമേ, ഇന്നലെ ആ മുറിയിലല്ലേ കിടന്നത്, എന്നിട്ട് അപ്പോഴൊന്നും ഇല്ലാത്തൊരു പരവേശം എന്തിനാ ഇപ്പോൾ? പേടിക്കൊന്നും വേണ്ട ജാൻവി, നീ നിന്റെ മക്കളും അവരുടെ അച്ഛനും ഉറങ്ങുന്ന മുറിയിലല്ലേ കിടക്കുന്നത്, പിന്നെ എന്താ? ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ജാൻവി തൻ്റെ മനസ്സിലെ പേടിയൊക്കെ മാറ്റാൻ പാടുപെടുകയായിരുന്നു. ആഹാ, പെണ്ണിവിടെ വാതുക്ക വന്ന് നിൽക്കുവാണോ? ഇപ്പോഴൊന്നും അകത്തു കയറുന്ന ലക്ഷണമില്ലല്ലോ. ഇനി ഞാൻ ഉറങ്ങിയിട്ടിരുന്നത് കൂടി അറിഞ്ഞാ പെണ്ണ് മുറി കയറില്ല എന്നും മനസ്സിൽ പറഞ്ഞ് ആരവ് ഉറങ്ങിക്കിടക്കുന്ന മക്കളെ ഒന്നുകൂടി പുതപ്പിച്ചിട്ട് കട്ടിലിൽ കയറിക്കിടന്ന് കണ്ണുകളടച്ച് ഉറങ്ങുന്നത് പോലെ കിടന്നു. ജാൻവി വാതിൽ തുറന്ന് പതുക്കെ കതകിനുള്ളിലൂടെ തലയിട്ട് ആരവ് കിടക്കുന്നിടത്തേക്ക് നോക്കി. ആരവ് ഉറങ്ങിയെന്നുറപ്പായതും ജാൻവി പതുക്കെ ഒച്ചയുണ്ടാക്കാതെ മുറിയിൽ കയറി കതകടച്ച് കട്ടിലിൽ താൻ കിടക്കുന്ന ഭാഗത്ത് വന്നിരുന്നു. മക്കളെയും ഒന്ന് നോക്കി അവർക്ക് സ്നേഹചുംബനങ്ങൾ നെറ്റിയിൽ നൽകി അവരെ പുതപ്പിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് കിടക്കാനായി കിടക്കയിലേക്ക് താഴ്ന്നത് പെട്ടെന്ന് തൻ്റെ കയ്യിൽ ഒരു പിടി വീണത് ജാൻവി അറിഞ്ഞു. അവൾ ആ ബെഡ് ലാമ്പിന്റെ വെളിച്ചത്തിലും ആരവിന്റെ കണ്ണിലെ തിളക്കം കണ്ടു. ആഹാ, ജാൻവി പെണ്ണെ, നീ ആള് കൊള്ളാലോ. നീ നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ എന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഉമ്മ കൊടുത്തിട്ട് നീ എനിക്ക് തന്നു എന്ന് പരിഭവത്തോടെയും കുശുമ്പോടെയും പറയുന്ന ആരവിനെ നോക്കി അവൾ ചിരിച്ചു. അവളുടെ ചിരി കണ്ട് എന്നെ കളിയാക്കിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആരവ് ജാൻവിയുടെ അടുക്കിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവളുടെ നെറ്റിയിൽ തൻ്റെ പ്രണയം നിറച്ചുകൊണ്ട് ഒരു ചുംബനം നൽകി. ആ, നിനക്ക് തരാനല്ലേ വയ്യാത്തത് ജാൻവി പെണ്ണെ, ഞാൻ നിനക്കിപ്പോൾ തന്നില്ലേ, ഇനി എന്നും ഞാൻ തന്നോളാട്ടോ എനിക്ക് വേണ്ടതൊക്കെ. ഇപ്പോൾ എന്തായാലും എൻ്റെ ജാൻവി പെണ്ണ് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ജാൻവിയുടെ കൈ വിട്ടുകൊണ്ട് ആരവ് തൻ്റെ കണ്ണുകൾ ചിമ്മിക്കാട്ടിക്കൊണ്ട് അവൻ തൻ്റെ അടുത്ത് കിടക്കുന്ന തൻ്റെ അംശങ്ങളെയും തൻ്റെ ജീവൻ്റെ അവകാശിയെയും ചേർത്ത് പിടിച്ച് നിദ്ര പുൽകി. എൻ്റെ ദൈവമേ, ഞാൻ ഈ കാണുന്ന സ്വപ്നമാണോ? എന്ത് വെളുപ്പാങ്കാലത്ത് പതിവില്ലാതെ കുളിച്ചൊരുങ്ങി എങ്ങോട്ട് പോവാ? ഹോസ്പിറ്റലിലേക്കോ? അതും ഈ കസവും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടുണ്ടോ? കൊള്ളാലോ, ഇങ്ങനെ കല്യാണത്തിന് പോകുന്നു. സ്വന്തം കല്യാണത്തിന് പോലും ഇത്രയും നല്ല കോലത്തിൽ കണ്ടിട്ടില്ല. മറൂൺ ഷർട്ടും കസവും മുണ്ടും ഒക്കെ എടുത്ത് കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന ആരവ് കണ്ടില്ല തൻ്റെ പ്രിയതമ തന്നെ നോക്കി നിൽക്കുകയാണെന്ന്. അതേ എന്ന ജാൻവിയുടെ വിളി കേട്ട് ആരവ് തിരിഞ്ഞു നോക്കി. ആഹാ, പെണ്ണ് എഴുന്നേറ്റോ? ഞാൻ വിളിക്കാൻ വരുമായിരുന്നല്ലോ. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് എവിടെ പോവാ? അതും ഇങ്ങനൊക്കെ ഒരുങ്ങി. ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് ഈ വേഷത്തിൽ കണ്ടിട്ടില്ലല്ലോ ആരവേട്ട. നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുവോ? അതിശയത്തോടെ തന്നെ തോക്കി ചോദിക്കുന്ന തൻ്റെ ജാൻവി പെണ്ണിന് നിൽപ്പും ഭാവവും കണ്ട് ആരവിന് ചിരി അടക്കാനായില്ല. ആരവ് ചിരിക്കുന്നത് കണ്ട് എന്നെ കളിയാക്കിയല്ലേ, ഇനി എന്നോട് മിണ്ട വരണ്ട. ഇനി ഇങ്ങു വാ ജാൻവി പെണ്ണെ എന്ന് വിളിച്ച്, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇനി വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരവിനോട് പിണങ്ങിച്ചാടി പോകാൻ പോയ ജാൻവിയെ ആരവ് തൻ്റെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിൽ കൊണ്ടിരുത്തി അവൾക്ക് അഭിമുഖമായി നിന്നു. എന്താ നടന്നതെന്ന് മനസ്സിലാവാതെ ജാൻവി കണ്ണും മിഴിച്ച് ആരവിനെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് എന്താ സംഭവമെന്ന് അവൾക്ക് മനസ്സിലായില്ല. അന്തം വിട്ടിരിക്കുന്ന ജാൻവിയെ കണ്ട് ആരവ് തൻ്റെ പുരികമൊന്ന് പൊക്കിയും താഴ്ത്തിയും കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇനി നീ അങ്ങോട്ട് പോവും? ഇവിടുന്ന് നീ ഇറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അല്ല ജാൻവി പെണ്ണെ, നീ ഇത്രയും പ്രായമായിട്ടും വെറും കുഞ്ഞു കുട്ടികളുടെ കൂട്ടാണല്ലോ, ഭാരമൊന്നുമില്ലേ? നമ്മുടെ കൊച്ചുങ്ങളെ എടുക്കുന്ന പോലെ എത്ര നിസ്സാരമായിട്ടാണ് ഞാൻ എന്നെ പൊക്കിയെടുത്തത് ഇവിടെ എത്തിയത്. നീ എങ്ങനെ എൻ്റെ 2 മക്കളെ ഒന്നിച്ചു ചുമന്നു? എനിക്ക് അതിശയം തോന്നുന്നു എന്ന് പറയുന്ന ആരവിനെ നോക്കി ജാൻവി മുഖം തിരിച്ചു കാണിച്ചു. ഞാൻ എങ്ങനെ ചുമന്നു അന്നൊന്നും അന്വേഷിച്ചില്ലല്ലോ, എന്നിട്ടിപ്പോൾ ചോദിക്കുന്ന കണ്ടില്ലേ എന്ന് പരിഭവത്തോടെ പറയുന്ന തൻ്റെ ജാൻവി പെണ്ണെ കണ്ട് ആരവിന് തൻ്റെ പഴയ കാര്യമോർത്ത് വിഷമവും തന്നോട് തന്നെ ദേഷ്യവും തോന്നി. അത് ഇടം കണ്ടിട്ട് നോക്കിയ ജാൻവിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞത് അവനെ ഒത്തിരി വേദനിപ്പിച്ചെന്ന് ജാൻവിക്ക് മനസ്സിലായി. അവൻ്റെ ആ മൂടൊന്നു മാറ്റാൻ വേണ്ടി ജാൻവി ആരവിനെ നോക്കി ചോദിച്ചു, അല്ല, ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി നിന്നില്ലല്ലോ ആരവേട്ടാ. എന്താ? പഴയ കാലത്തെക്കുറിച്ച് ഓർത്തു നിന്ന ആരവ് ഞെട്ടിക്കൊണ്ട് ജാൻവിയോട് ചോദിച്ചു. അതോ, നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ ആരവേട്ടാ? നീ ദേഷ്യപ്പെടാതെ, ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്നുകൊണ്ട് നീ പറഞ്ഞൊന്നും കേട്ടില്ല. നിങ്ങൾ എവിടെ പോവാന്ന് ഇപ്പൊ മനസ്സിലായോ? ജാൻവി ആരവിന്റെ അടുത്ത് കുറച്ചുകൂടി മുന്നോട്ടാഞ്ഞുകൊണ്ട് ചോദിച്ചു. അതോ,
അതെ, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ ഒന്നിച്ചാ പോകുന്നത്. ജാൻവി പെണ്ണ് വേഗം ഒരുങ്ങി വാ, ഞാൻ മക്കളെ റെഡിയാക്കട്ടോ. ഇത്ര രാവിലെ എങ്ങോട്ട് പോവാരേട്ടാ? ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? വേണ്ടല്ലോ, ഇന്ന് ഹോസ്പിറ്റലിൽ ഞാൻ ലീവ് പറഞ്ഞേക്കുക. നീ ചോദ്യം ചോദിച്ച് സമയം കളയാതെ. ഇത്തിരി ദൂരമാ പോകാനുള്ളത്. അയ്യോ, അപ്പൊ എനിക്ക് സ്കൂളിൽ പോകണ്ടേ? ഞാൻ ലീവൊന്നും പറഞ്ഞില്ല. അതിനിപ്പോ എന്താ, ഇന്ന് പറഞ്ഞാലും പോരെ ലീവ്? ഓ പിന്നെ ജാൻവി ടീച്ചർ അല്ലെങ്കിൽ വേറെ ടീച്ചർമാരല്ലേ, ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. ആ, എനിക്ക് എന്നെ ഇവിടുന്ന് താഴെ ഇറക്ക്, എന്നാലല്ലേ റെഡിയാവാൻ പറ്റൂ. ജാൻവി അതും പറഞ്ഞ് ആരവിനെ നോക്കി ചുണ്ടു പിളർത്തി. ആ, ഇപ്പൊ ഇറക്കാം. പക്ഷേ അതിനു മുൻപ് എൻ്റെ ജാൻവി പെണ്ണ് ഈ ചേട്ടനൊരു ചെറിയ സമ്മാനം തരണം. ഒന്നിനെങ്കിലും ഞാൻ ഇവിടെ കയറ്റി ഇരുത്തിയതല്ലേ. ആരവ് ഒരു കള്ളച്ചിരിയോടെ ജാൻവിയുടെ അടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു പറഞ്ഞു. എന്താ എന്ന് വിക്കി വിക്കി ജാൻവി ആരവിനോട് ചോദിച്ചു. എൻ്റെ ജാൻവി പെണ്ണെ, നീ എന്താ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നേ? നിനക്കറിയില്ലേ, നീ എപ്പോഴും നമ്മുടെ പിള്ളേർക്ക് കൊടുക്കില്ലേ? അത് തന്നെ. എന്താ, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇന്നലെ കിടക്കുന്നതിന് മുൻപ് നിനക്ക് ഞാൻ ഒരെണ്ണം തന്നില്ലേ? അത് തന്നെ. ആരവ് ഒരു കണ്ണിറുക്കി ജാൻവിയോട് പറഞ്ഞു. ആരവിൻ്റെ വാക്കുകൾ കേട്ട് ജാൻവിക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായിപ്പോയി. എന്നെ വാശി കയറ്റില്ലേ ജാൻവി പെണ്ണെ, നീ തരുന്നോ അതോ? എന്നും പറഞ്ഞ് ആരവ് അടുത്തൂടെ പോയതും ജാൻവി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ തരാം. ആ, അങ്ങനെ വഴിക്ക് വാ എൻ്റെ പെണ്ണേ, പെട്ടെന്നാട്ടെ, സമയമില്ല. ആ, തരാം. പക്ഷേ എന്നെ ഇവിടെ താഴെ ഇറക്ക്, എന്നിട്ട് ഞാൻ തരാം. അത് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ താഴെ ഇറക്കിയിട്ട് നിനക്കിറങ്ങി ഓടങ്ങല്ലേ, ഓടയ്ക്കാ കുരുവി. ഇല്ല, ഞാൻ ഓടില്ല, സത്യം. എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നടുവിന് ഭയങ്കര വേദന. അതല്ലേ ആരവേട്ടാ, പ്ലീസ് എന്നെ ഒന്ന് താഴെ ഇറക്കുമോ എന്ന് ഭയങ്കര വേദനയെ അഭിനയിച്ചു ജാൻവി. പറയുന്നത് കേട്ട് ആരവിന് സങ്കടമായി. തൻ്റെ ജാൻവി പെണ്ണ് വേദനയാണെന്ന് പറഞ്ഞതും ആരവ് ഉടനെ തന്നെ അവളെ പൊക്കിയെടുത്ത് താഴെ നിർത്തി. നിർത്തേണ്ട താമസം ജാൻവി ഓടാനായി ആഞ്ഞു. പക്ഷെ അത് മുന്നിൽ കണ്ടതുപോലെ ആരവ് ജാൻവിയെ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, മോളെ ജാൻവി പെണ്ണേ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ വിടണമെങ്കിലേ ഞാൻ ചോദിച്ചത് താ. ഇനി അധികം വിളച്ചിലൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിലും എൻ്റെ പിള്ളേരുടെ തന്തയില്ലിടി ഞാൻ. നീ എന്തിനടി പേടിക്കുന്നേ? ഞാൻ തരാം എന്നും പറഞ്ഞ് ജാൻവി എത്തിക്കുത്തി ആരവിനെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ആ, ഇതെങ്കിൽ ഇത് തൽക്കാലം ഇത് മതി. ഇനിയും ചോദിക്കുമ്പോൾ ഇത് പോരാ കേട്ടോ. ആ, പെട്ടെന്ന് റെഡിയാവും. ദേ, അലമാരിലിരിപ്പുണ്ട് ഒരു കവറ്, അതിലുള്ളത് ഇട്ടാൽ മതി. ജാൻവി പെണ്ണേ എന്ന് പറഞ്ഞ് ആരവ് കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങി. രണ്ടെണ്ണത്തിനെ എഴുന്നേൽപ്പിക്കുന്നത് ഒരു വലിയ പണിയാണ്. ഇതിപ്പോൾ എന്താണോ എന്തോ. എവിടെ പോകാൻ ആരവേട്ടന് ഇത്ര ഉത്സവത്തോടെ ഒരുങ്ങുന്നേ? ഇനി തറവാട്ടിൽ പോകാൻ വരുന്നതാണോ? ഏയ്, അതെന്തായാലും സാധ്യതയില്ല. പണ്ടേ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെ എവിടെ ആവും എന്ന ആലോചനയോട് നിന്ന് ജാൻവിയെ കണ്ടുകൊണ്ടാണ് ആരവ് മുറിയിൽ മക്കളെ ഒരുക്കിക്കൊണ്ട് വന്നപ്പോൾ കണ്ടത്. നീ ഇത് ഏത് ലോകത്താ എൻ്റെ പെണ്ണെ? നിനക്ക് ഒരുങ്ങാറായില്ലേ? ദേ കണ്ടോ, മക്കൾ വരെ ഒരുങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് പോയി ഒരുങ്ങി വാ. കുളിയും കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോൾ ധരിക്കുന്ന ഒരു ചുരിദാറും ഇട്ട് നിൽക്കുന്ന ജാൻവിയെ കണ്ട് ആരവ് പറഞ്ഞു, എൻ്റെ പെണ്ണെ, എനിക്ക് ഇത്രയും പ്രായമായിട്ടും തല തുറന്നറിയില്ലേ? ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആരവ് ജാൻവിയെ പിടിച്ചു വലിച്ച് കസേരയിൽ കൊണ്ടിരുത്തി അവളുടെ തല തോർത്തിക്കൊടുത്തു. ആരവിന്റെ ഈ പ്രവൃത്തി അവളുടെ അമ്മയെക്കുറിച്ച് അവളെ ഓർമ്മിപ്പിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ട ആരവ് വിഷമത്തോടെ ചോദിച്ചു, ഞാൻ തല തോർത്തിയപ്പോ നിനക്ക് തല വേദനിച്ചോ? അതാണോ നീ കരയുന്നേ? അത് കേട്ടപ്പോൾ തന്റെ പാതിക്ക് തന്നോടുള്ള കരുതലും സ്നേഹവും അവളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി. അവൾ അവന്റെ വിഷമം നിറഞ്ഞ മുഖം കണ്ടു പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മ എനിക്ക് തല തോർത്തി തന്നത് ഓർത്തു, അതാ കണ്ണു നിറഞ്ഞത്. അതാണോ? ഞാൻ പേടിച്ചു പോയി. ഇനി തല തോർത്തിയപ്പോൾ എൻ്റെ കൈകളുടെ ശക്തി കൂടിയതുകൊണ്ട് വേദിച്ചിട്ടാണെന്ന് ഞാൻ കരുതിയത്. വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ നിനക്ക് ഭർത്താവ് മാത്രമല്ല, എല്ലാമാണ്. അതുപോലെ നീ എനിക്ക് ഭാര്യ മാത്രമല്ല, ഒരമ്മയും പ്രണയിനിയും സുഹൃത്തും എല്ലാം. വൈകിയാണെങ്കിലും ഞാനിന്നത് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല ജാൻവി പെണ്ണെ എന്ന് പറഞ്ഞ് ആരവ് ജാൻവിയുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അതെ, ഇങ്ങനെ ഇരുന്നാലേ ശരിയാവില്ല. പോയി പെട്ടെന്ന് റെഡിയാവോ. എന്നാ ഈ കവറിലുള്ളത് ഇട്ടാൽ മതി. ഞാൻ മക്കളെയും കൊണ്ട് താഴെ കാണും. 15 മിനിറ്റുള്ളിൽ കണ്ടില്ലേ ഞാൻ ഇങ്ങോട്ടൊരു വരവ് വരും. പിന്നെ നിന്നെ ഉടുപ്പിക്കുന്നതും ഒരുക്കുന്നതും ഞാനായിരിക്കും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒരുക്കണം കേട്ടല്ലോ എന്ന് കുസൃതിയോടെ പറയുന്ന ആരവിനെ കണ്ട് അവൾ ഞെട്ടലോടെ തലകുലുക്കി. അവന്റെ കയ്യിൽ നിന്നും
വാങ്ങി. കവർ തുറന്ന് ജാൻവി അതിൽ നിന്നും തനിക്ക് ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ടവൻ വാങ്ങിത്തന്ന വസ്ത്രം നോക്കാനുള്ള ധൃതിയിലായിരുന്നു. ആരവ് ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ അതേ കളറിലെ ഒരു പട്ടുസാരിയായിരുന്നു അത്. അധിക സമയം നോക്കി നിന്നാൽ തന്നെ ഒരുക്കാൻ ആരവ് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അധിക നേരം നോക്കിയിരിക്കാതെ ജാൻവി വേഗം വൃത്തിയായി സാരി ഞൊറിഞ്ഞെടുത്തു. വേഗം മുടിയും ചീകി കുളിപ്പിനലും കെട്ടി ഒരു ചുവന്ന പൊട്ടും തൊട്ടു. കണ്ണുകളും കരികൊണ്ട് കറുപ്പിച്ചു. സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി. കുറച്ച് സിന്ദൂരം താലിയിലും ചാർത്തി അവൾ വേഗം മുറിവിട്ട് താഴെ ഇറങ്ങി വന്നു. തന്റെ ജാൻവി പെണ്ണെ തന്നെ നോക്കിയിരുന്ന ആരവിന്റെ കണ്ണുകൾ പെട്ടെന്ന് അവളെ കണ്ട് മിഴിഞ്ഞു. താൻ സമ്മാനിച്ച പട്ടുസാരിയിൽ തന്റെ ജാൻവി പെണ്ണ് സുന്ദരിയായി നിൽക്കുന്നത് കണ്ട് ആരവിന് സന്തോഷം തോന്നി. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. അളിയോ, മതി എന്റെ പെങ്ങളെ ചോര ഊറ്റിയത് എന്ന സിദ്ധുവിന്റെ ശബ്ദമാണ് ആരവിനെ സ്ഥലകാല ബോധത്തിൽ കൊണ്ടുവന്നത്. നീ പോടാ. അതെ, എൻ്റെ പെണ്ണ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നോക്കും. നീ പോടാ സിദ്ധു, നിന്റെ വിജയുടെ കാര്യം അന്വേഷിച്ചാൽ മതി എന്ന് കുറുമ്പോടെ ആരോ പറയുന്നത് കണ്ടാണ് ജാൻവി അവരുടെ അടുത്തെത്തുന്നത്. ആ പെങ്ങളെ, നീ വന്നോ? വാ, ഇനി ഇവിടുന്ന് സമയം കളയണ്ട, നമുക്ക് പോകാം. അളിയന്മാര് ഭയങ്കര പ്ലാനിങ്ങിലാണല്ലോ. എങ്ങോട്ടാ പോകുന്നത്? എന്നോടും കൂടി ഒന്ന് പറ. അതൊക്കെ സർപ്രൈസ് ആണ് പെങ്ങളുട്ടി. നീ വാ, നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? എൻ്റെ ഈശ്വര, ഇതെന്ത് പൂരമാണോ കാണിക്കാൻ പോകുന്നതാവൂ? എൻ്റെ ജാൻവി പെണ്ണെ, മതി നീ ആലോചിച്ചത്. ഇനിയും വണ്ടി കയറിയിട്ട് ബാക്കി ആലോചിക്കാം എന്നും പറഞ്ഞ് ആരവ് ജാൻവിയെയും പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് പോയി. വണ്ടി ചെന്നത് പണ്ട് താൻ വേദനയോടെ ആരവേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ഥലമാണെന്ന് ജാൻവിക്ക് മനസ്സിലായി. അന്നത്തെ സംഭവം അവളുടെ മനസ്സിൽ വീണ്ടും കടന്നു വന്നു. തന്റെ ഇഷ്ടദേവന്റെ മുന്നിൽ എഗ്രിമെന്റായ താലി തന്റെ പാതിയുടെ കയ്യാൽ ഏറ്റുവാങ്ങിയ ഇടം. അവളുടെ കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ ഒഴുകി തുടങ്ങി. അതുപോലെ അവളുടെ ഒരു കരം തന്റെ താലിയിൽ മുറുകി. അവളുടെ മനസ്സിലെ സംഘർഷം അറിഞ്ഞതുപോലെ ആരവ് മക്കളെ സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്തു. തന്റെ ജാൻവി പെണ്ണിന്റെ അടുക്കലേക്ക് ആരവ് പോയി നിന്നു. ഒരു കരം കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു. ജാൻവി പെണ്ണെ, നിന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ സന്തോഷപൂർണമായ ജീവിതത്തിന് തുടക്കവും ഇവിടെ വെച്ച് തന്നെയാവണം. അതിനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ നിനക്ക് തന്ന വേദന എത്രത്തോളമാണെന്ന്. ഇനി ഒരിക്കലും എൻ്റെ പെണ്ണ് ഞാൻ കാരണം എന്നല്ല, ആര് കാരണവും വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ ആരവിൻ്റെ ജീവൻ. ബാക്കി പറയുന്നതിന് മുൻപേ ജാൻവി ആരവിന്റെ വായ തന്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്റെ തല ഇരുവശവും ചലിപ്പിച്ച് അരുതേ എന്ന് പറയുന്ന പോലെ ആരവിന്റെ കണ്ണുകളും നിറഞ്ഞു. അവർ പരസ്പരം തന്റെ പ്രാണനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആ സമയം ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാദം കേട്ട് സിദ്ധു അവരുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു, വന്നേ രണ്ടാളും അമ്പലത്തിൽ കയറാം, ബാക്കി തൊഴുതിട്ട് സംസാരിക്കാം. നടയുടെ മുൻപിൽ നിന്ന് ആരവും ജാൻവിയും തന്റെ മക്കളെയും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. തന്റെ ജീവിതത്തിലെ കരിനിഴലുകളെല്ലാം അകറ്റി തന്റെ പ്രാണനെ തനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷത്തിന് നന്ദി പറയുകയായിരുന്നു ജാൻവി. എന്നാൽ താൻ കാരണം തന്റെ പെണ്ണനുഭവിച്ച വേദനയ്ക്ക് പകരം ഇരട്ടി സന്തോഷം നൽകി അവളെ എല്ലാ ജന്മത്തിലും പ്രണയിക്കാനും എന്നും ഇതുപോലെ ചേർത്ത് പിടിക്കാനും കഴിയണേ എന്നായിരുന്നു ആരവിന്റെ പ്രാർത്ഥന.